കാണാതെ ഞാൻ ഇറങ്ങൂ. ഒരു ദിവസത്തെ യുദ്ധം കഴിഞ്ഞു. ഞങ്ങൾ പോയാ പിന്നെ നിനക്ക് റെസ്റ്റ് എടുക്കാലോ. എന്താ ഭക്ഷണം മാത്രം ഉണ്ടാക്കിയാ മതിയോ? ഇവിടെ ഞാൻ അനുഭവിക്കുന്ന ബോറടി എനിക്കല്ലേ അറിയൂ. ഒരാഴ്ച കഴിയട്ടെ, നമുക്കൊരു ട്രിപ്പ് പോവാം. ഇതല്ലേ നിന്റെ മാത്സിന്റെ നോട്ട്ബുക്ക്? നിനക്ക് തീരെ ശ്രദ്ധയില്ലാതായിട്ടുണ്ടല്ലോ. അവൾക്ക് അവിടെ തുണയായി ആരുമില്ല. ഷാനവാസിന്റെ ബന്ധുക്കളും അവരോട് സഹകരിക്കുന്നില്ല. നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. പുരുഷൻ എപ്പോഴും വിഡ്ഢിയാ. അതെ, നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ ഉള്ളൂ. ഇന്നും സ്ത്രീയുടെ മനസ്സറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതെ, ഈയിടെ ഒരു കേസിന്റെ അടുത്ത് വന്ന് ഭർത്താവ് ഒരു സ്കൂൾ അധ്യാപകൻ, കുടുംബസ്നേഹിയായ ഒരു പാവം മനുഷ്യൻ. ഒരു ദിവസം ഭാര്യയെ കാണാനില്ല. അവള് പോയത് സ്ഥിരമായിട്ട് ഓട്ടം പോകുന്ന ഒരു ഓട്ടോക്കാരന്റെ കൂടെ. അതെ, അവളെക്കാളും 8 വയസ്സ് എളുപ്പമുള്ള ഒരു പയ്യൻ. അറിയോ, അവനാണെങ്കിൽ വിദ്യാഭ്യാസവും ഇല്ല, വേണ്ടത്ര പണവും ഇല്ല. ഉള്ളതെന്താ, കുറച്ച് സൗന്ദര്യം മാത്രം. സൗന്ദര്യം. ഈ ബന്ധുക്കൾ അവളെ കണ്ടെത്തി കൊണ്ടുവന്നു. അവളെ അപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ അയാൾ ഒരുക്കുമായിരുന്നു. അങ്ങനെ രണ്ടുപേരും എന്റെ അടുത്ത് വന്ന് ഭർത്താവിന്റെ ആറ്റിറ്റ്യൂഡാണ് അത്രേ അവൾക്ക് ഇഷ്ടപ്പെടാതെ പോയത്. മഹേന്ദ്ര, നമ്മൾ ഈ സ്നേഹിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവരുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല. ആ നിലയ്ക്ക് എപ്പോഴും ഒരു നിരീക്ഷണം നല്ലതാണ്. എന്ന് വെച്ച് സംശയരോഗിയായ ഒരു ഭർത്താവ് ആവണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനോട് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ സമ്മതിച്ചു. ഒരു 5 ടിപ്സ് മതി ഭാര്യയുടെ മനസ്സറിയാൻ. അതൊരു ഫോർമുലയാ. അതിനപ്പുറത്തൊന്നും അവൾ സഞ്ചരിക്കില്ല. അതെ, മധുവിന് താല്പര്യമുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. വെറുതെ കിട്ടുന്ന ഉപദേശമല്ലേ, താൻ പറ, ഞാനൊന്ന് കേക്കട്ടെ. ഈ താനിത് തന്റെ ഭാര്യയിൽ അപ്ലൈ ചെയ്യണം എന്നൊന്നും ഞാൻ പറയൂല. ഞാൻ പറയുന്ന ടിപ്സ് 100% ഫലവത്താണ്. ഇത് നോക്കി എഴുതിക്ക മോനെ. 495 into 8. അതെ, നിങ്ങൾ ഇനി ഹോംവർക്ക് ചെയ്യേ. നോട്ട് കംപ്ലീറ്റ് ആയില്ല. എനിക്കിനി വയ്യ മോനെ, വല്ലാത്ത തലവേദന. എന്താ അമ്മേ, അമ്മയ്ക്ക് സുഖമില്ലേ? തല പൊട്ടി പൊളിയുന്ന വേദന. ഞാൻ പെയിൻ ബാം കൊണ്ടുവരാം. അമ്മ മഴ നനഞ്ഞു കാണും. ഇല്ലടാ, അച്ഛന് വന്നില്ലേ? അച്ഛൻ വന്നാ അറിയില്ലേ? അച്ഛൻ എന്താ ഇതുവരെയായിട്ടും വരാത്തത്? മധുവേട്ടൻ ഇത്രയും വൈകുന്നതല്ല, ഓഫീസിൽ എന്തെങ്കിലും തിരക്കുണ്ടാവും. ഞാൻ തൂത്തരാം. അമ്മ പോയി കുറച്ചു നേരം കിടക്ക്. എന്റെ നോട്ട് കംപ്ലീറ്റ് ആയില്ലേ ചേച്ചി? മോളെ, നാന്തൂട്ടനെ ഒന്ന് സഹായിക്കും. ഞാൻ പോയി അല്പനേരം കിടക്കട്ടെ. ഇത് ചെയ്. കണ്ണൻ എന്താ ചെയ്യുന്നേ? ചേച്ചി ആ
ആ മധുവേട്ടൻ എന്താ ഇത്രയും വൈകിയത്? ആ പറ മധുവേട്ടാ, എന്താ ഇത്ര വൈകിയത്? വൈകുന്നേരം കഴിഞ്ഞിട്ടും ഒന്ന് കോൾ ചെയ്തില്ലല്ലോ. അത് തിരിച്ചു ആകാമല്ലോ. സാധാരണ കാത്തിരിക്കുന്നവരാണല്ലോ വിളിക്കാറ്. അതറിയാമായിരുന്നെങ്കിൽ മധുവേട്ടനെ വിളിക്കാമായിരുന്നു. പിന്നെ അടുത്ത വീട്ടിൽ വാടകക്കാർ വന്നു. അവിടെ വിളിച്ചോ കാണുന്നുണ്ടല്ലോ. അതെ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഫ്രഷ് ആയിട്ട് വന്ന് ഭക്ഷണം കഴിക്കും മധുവേട്ടൻ. ഇവൾക്കിത് എന്തു പറ്റി? ഞാൻ കഴിച്ചിട്ടാണ് വന്നതെന്ന് അവൾക്ക് മനസ്സിലായോ? ഏയ്, അവൾ പറയുന്നതാ, ഇന്നതുണ്ടായില്ല. അല്പം വൈകിയാൽ ഉടൻ വിളിക്കുന്ന ആളാ. 100 ചോദ്യങ്ങളും ഉണ്ടാവും. ഇന്നൊന്നും ഉണ്ടായില്ല. മനസ്സിലൊന്നുമില്ലാതെ അവളിങ്ങനെ പെരുമാറില്ല. ആരാ ഈ നേരത്തെ വിളിക്കാൻ? ഹലോ, ആ, കളിയിലാണോ? നിങ്ങളിതുവരെ ഉറങ്ങിയില്ലേ? അച്ഛൻ എന്താ വൈകിയേ? ആ, ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു മോനെ. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? അച്ഛൻ വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നതാ. അമ്മ സമ്മതിച്ചില്ല, നിർബന്ധിച്ച് കഴിപ്പിച്ചു. മോളെ, അടുത്ത വീട്ടിൽ താമസക്കാർ വന്നു. അവിടെ വിളിച്ചു കാണുന്നല്ലോ. അവിടെ താമസക്കാര് വന്നച്ഛ. ആരാ മോനെ? പരിചയപ്പെടാൻ ഇങ്ങോട്ട് വന്നോ? അതൊരു ചേട്ടനാ. ഉച്ചയ്ക്കോ മറ്റോ വന്നതാ അച്ഛാ. ഞങ്ങള് സ്കൂളിൽ നിന്ന് വന്നിട്ട് ആ ചേട്ടൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. സ്ത്രീകളാരുമില്ലേ മോളെ? ഞങ്ങളാരെയും കണ്ടില്ല. ആ ചേട്ടൻ മാത്രമേ ഉള്ളൂ എന്നാ അമ്മ പറഞ്ഞത്. ആ ചേട്ടന്റെ കയ്യില് ബുള്ളറ്റ് ഉണ്ട്. മതി മതി, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. മധുവേട്ടൻ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. മധുവേട്ടനൊന്നും അറിയാതിരിക്കുന്നതാ നല്ലത്. ഫോൺ വെച്ചോ, നാളെ പകൽ സംസാരിക്കാം. നീ എവിടെ പോയെന്നല്ലേ ഞാൻ ആലോചിച്ചത്. ഞാൻ എവിടെ പോവാനാ? എൻ്റെ ലോകം ഈ വീടല്ലേ. ചെറിയൊരു തലവേദന. മധുവേട്ടൻ കഴിച്ചിട്ട് വാ, ഞാൻ പോയിന്ന് കിടക്കട്ടെ. ഇവൾ ആരോട് അടക്കി പിടിച്ച് സംസാരിച്ചത്? ഞാൻ അറിയരുതെന്ന് പറയാൻ മാത്രം. ബാക്കി നാളെ പറയാമെന്ന്. അങ്ങനൊന്നും ഉണ്ടാവില്ല. നീ ഉറങ്ങുന്നാണോ ഉറങ്ങുന്നടിച്ച് കിടക്കുന്നാണോ? സുജാതേ, സുജാതേ, നീ എന്താ ഒന്നും മിണ്ടാത്തേ? ഞാനൊന്ന് ഉറങ്ങട്ടെ.
സംഭവിച്ചിട്ടുണ്ട്. അതേടോ, ഒരു നിമിഷം മതി പെണ്ണിന്റെ മനസ്സ് മറ്റൊന്നിലേക്ക് ചായാൻ. അവൾ തേടിക്കൊണ്ടിരുന്നത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് താമസമാണുള്ളത്? ഒരു ഇരുട്ടുവെട്ടിയിൽ ഒരു ചെടി വെക്കണം, അത് അവിടെ ഇരിക്കും. എന്നാൽ ചെറിയൊരു സുഷിരം ഉണ്ടാക്കിയാൽ ചെടി ആ വെളിച്ചത്തെ ലക്ഷ്യമാക്കി വേഗം വളരും. അത് തന്നെ പെണ്ണിന്റെ മനസ്സ്. ഇതാണോ തന്റെ ടിപ്സ്? ഞാൻ അതിലേക്കാണ് വരുന്നത്. മറ്റൊരുത്തൻ മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനോടുള്ള അവഗണന ആരംഭിക്കും. ബെഡ്റൂമിൽ ആ അകൽച്ച അവൾ കാണിക്കും. പിന്നെ അയാൾ സ്പർശിക്കുന്നത് പോലും അവൾക്ക് വെറുപ്പാ. അത്രയും കാലത്തെ അവരുടെ ജീവിതമൊക്കെ മഞ്ഞുപോലെ ഉരുവി അങ്ങ് പോവും. പിന്നെ അവനിലേക്ക് കടക്കാനുള്ള ഒരു വ്യഗ്രത ത്വരയായിരിക്കും. അറിയോ? പിന്നെ മനസ്സും ശരീരവും അവന്റേതായിട്ട് സങ്കല്പിക്കും. താരന്താടെ ഒരുമാതിരി ആക്കി ചിരിച്ചിരിച്ചത്. ഞാൻ കളിയാക്കിയൊന്നും അല്ലടോ. പിന്നെ അതെ, ഈ ഭാര്യ ബെഡ്റൂമിൽ അവഗണന പ്രകടിപ്പിച്ച് തുടങ്ങിയാല് അവളുടെ മനസ്സിൽ ഒരുത്തൻ കയറി കൂടിയെന്ന് നമുക്ക് കരുതാം. അതാണ് മോനെ മധു ആദ്യത്തെ ടിപ്സ്. നിന്റെ അമ്മ എവിടെയാടി? ഈ നേരമായിട്ട് ഒരു കപ്പ് ചായ കിട്ടിയിട്ടില്ല. അതിന് മാത്രം എന്ത് പണിയാ അവർക്ക് ഇവിടെ ഉള്ളത്? അമ്മക്ക് ഇപ്പൊ ഒരു കോള് വന്നു. എന്നെ അവിടെ നിന്ന് ഓടിച്ചിട്ടാ കോൾ എടുത്തത്. ആരോടോ രഹസ്യമായി സംസാരിക്കുക. സത്യത്തിൽ ഇപ്പോഴാണ് ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടായതായി തോന്നുന്നത്. ഭർത്താവും കുട്ടികളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതുവരെ ഒറ്റപ്പെട്ട അവസ്ഥ തന്നെയായിരുന്നു എന്റേതും. ഇത്രയും കാലം ഇല്ലായിരുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് തന്റെ ഭാര്യയ്ക്കുണ്ടായിരിക്കുന്നു. എന്റെ ടിപ്സിൽ പറയുന്നത് വെച്ച് നോക്കിയാൽ സംശയിക്കാൻ ഒന്നുമില്ല.